നമസ്കാരം, നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കീം റാങ്ക് ലിസ്റ്റ് വേണ്ടിയുള്ള +2 മാർക്ക് അപ്ലോഡ് ചെയ്യുന്ന ടൈമാണിപ്പോൾ. പലരും എനിക്ക് തോന്നുന്നു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. പിന്നെ ചിലർക്കൊക്കെ ചില മിസ്റ്റേക്കുകൾ പറ്റിയിട്ടുണ്ട്. എന്തൊക്കെയോ കാരണത്താൽ സബ്മിറ്റ് ചെയ്ത് പോവുകയും ചെയ്തു. അപ്പോൾ തിരുത്താനുള്ള സമയം കിട്ടുമെന്നാണ് തോന്നുന്നത് കേട്ടോ. മിക്കവാറും ഒരു തിരുത്തലിനുള്ള സമയം കിട്ടും. നിങ്ങൾ ആ സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും തിരുത്തണം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം അതൊന്നുമല്ല. നമ്മുടെ +2 മാർക്കും കീം മാർക്കും മീൻസ് കീമിന് കിട്ടിയ കീം എൻട്രൻസിന് കിട്ടിയ മാർക്കും നമ്മുടെ +2 മാർക്കും പലരും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ വീട്ടുകാരാണ് കൂടുതലും ആശ്ചര്യപ്പെട്ടു പോയി എന്നൊക്കെയുള്ള വേടുകളുണ്ടല്ലോ. ഭയങ്കരമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സംഭവം നടക്കുന്നു എന്നുള്ളതുപോലെ ആണ് ഈ മാർക്കിനെ കണ്ടത്. നമുക്കെല്ലാവർക്കും അറിയാം 600 മാർക്കിലാണ് നമ്മളിപ്പോൾ കീം എഴുതിയത്. അതിനെ നമ്മൾ കൺവേർട്ടഡ് ടു എത്രയായിട്ട് മാറ്റി? 300 മാറ്റിയപ്പോൾ അതിൻ്റെ ഹാഫ് എടുത്തായിരുന്നു അല്ലേ? ഹാഫ് എടുത്താണ് നമുക്ക് കിട്ടിയത്. ഈ 300 കിട്ടിയ മാർക്കുകൾ നിങ്ങൾ പലരും പറഞ്ഞു, നിങ്ങൾക്കൊക്കെ അറിയാം. പലർക്കും കിട്ടിയേക്കുന്ന മാർക്ക് 100-ൽ താഴെയാണ്. ശരിയല്ലേ? പിന്നെ കിട്ടിയിട്ടില്ല എന്നല്ല, മെജോറിറ്റി കുട്ടികൾക്കും 100-ൽ താഴെയാണ് 300-ൽ കിട്ടിയേക്കുന്ന മാർക്ക്. 300-ലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ മീൻസ് നോർമലൈസേഷൻ എല്ലാം കഴിഞ്ഞ് 300-ലോട്ട് മാറിയപ്പോൾ നമുക്ക് കിട്ടിയ 300-ലെ മാർക്ക് <100 ആണ്. ഉറപ്പല്ലേ? നിങ്ങൾ കാണുന്നതിൽ മിക്ക കുട്ടികളുടെ ഒന്ന് നോക്കിക്കോ, അവരുടെ പെർസെൻറ്റേജും. ഇതിന് വ്യക്തമായിട്ടുള്ള കാരണം നമുക്ക് പറയാൻ പറ്റും. കാരണം നോക്കിക്കേ, ഞാൻ എപ്പോഴും കാണിച്ച പോലെ ഇത് 3ാമത്തെ തവണയാണ് ഈ നമ്പർ ഞാൻ കാണിക്കുന്നത് കേട്ടോ. 300-ൽ 32 മാർക്ക് കിട്ടിയപ്പോഴേ ഹാഫ് സ്റ്റുഡൻസ് കവറപ്പായി. 300-ൽ 32 ആയപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞാൽ 32-ൽ കുറവ് മാർക്കുള്ളവരാണ് പകുതി ആൾക്കാരും. അപ്പോൾ പിന്നെ ഈ 100 വരെ എത്തുമ്പോഴത്തേക്ക് ഒരു 3/4 ഭാഗവും അല്ലെങ്കിൽ ഒരു 80% ആൾക്കാരും കവറപ്പാകത്തിൽ ഏറ്റവും കുറഞ്ഞത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നിങ്ങളൊന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ +2 മാർക്ക് അതേ സമയത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ മാർക്കായിരുന്നു. കീ മാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ +2 മാർക്ക് നോക്കുമ്പോൾ ഇത് ഞാൻ പ്രത്യേകിച്ച് കേരള സിലബസിനെ കുറിച്ചാണ് പറയുന്നത്. മറ്റേത് ഞാനൊന്ന് പറയാം. അപ്പോൾ +2 മാർക്ക് നോക്കുമ്പോൾ ഇതിനെ 300-ലോട്ട് മാറ്റുമ്പോൾ 290+ ഒത്തിരി പേരാണ്. ശരിയല്ലേ? ഇഷ്ടംപോലെ ആൾക്കാർ. അല്ലെങ്കിൽ 280, 290 കട്ടയ്ക്ക് നിൽക്കുക. 300-ആയിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് നിൽക്കുക. ഇവിടെന്തോ ഒരു ഇടിയില്ല, ദൂരെ നിൽക്കുക. തമ്മിലുള്ള വ്യത്യാസം നോക്കുകയെ. 100-ൽ താഴെ എന്ന് പറഞ്ഞാൽ 100 പോലും എത്തിയിട്ടില്ല. 100-ലൊക്കെ അടുത്തെത്തുന്നവർ വളരെ എണ്ണം കുറവാണ്. 40, 45, 32. പിന്നെ നെഗറ്റീവായ കുട്ടികളുമുണ്ട്. എന്ന് പറഞ്ഞാൽ 300-ൽ മൈനസ് കിട്ടിയ ആൾക്കാരുണ്ട്, -6. അവരുടെ +2 മാർക്ക് നോക്കിയാൽ ചിലപ്പോൾ 300-ൽ 250 മേളിൽ കാണും, പ്ലസ് കാണും. അപ്പോൾ അത് നമുക്കവിടെ എന്തായാലും നോട്ട് എലിജിബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ എന്താണ് സംഭവിച്ചത്, എന്താ നമുക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിനൊരു കാരണം നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ സിമ്പിളായിട്ട് മനസ്സിലാവുന്നല്ല. നിങ്ങൾ ഉറപ്പായിട്ടും ഇപ്പോൾ നമ്മൾ ആ +2 പഠിക്കുന്ന സമയത്ത് പലപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ എന്തായാലും എൻട്രൻസ് എഴുതാൻ പോകും. എഴുതുമ്പോൾ ഈ പഠിക്കുന്ന +2-ൻ്റെ ആ എളുപ്പ രീതിയിൽ കൂടെ കിട്ടുന്ന മാർക്ക് വെച്ചുകൊണ്ട് സന്തോഷിക്കരുത്. ഒരു എൻട്രൻസിന് പോകുന്ന ഒരാളാണെങ്കിൽ. ഇല്ലെങ്കിൽ ഓക്കെ. പക്ഷെ നമ്മളെന്തായാലും നമ്മുടെ വഴിയെന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾക്ക് ഇങ്ങനെ എൻട്രൻസൊക്കെ വഴി എഞ്ചിനീയറിങ്ങിനും ഒക്കെ പോയെങ്കിലേ പറ്റൂ. അപ്പോൾ നിങ്ങൾ തന്നെയായിരിക്കും ഇത്രയും മാർക്ക് കുറയാൻ വേണ്ടി ഏത് ക്വസ്റ്റ്യനാണ് നമ്മളോട് ചോദിച്ചത് അല്ലേ? ഞാനൊക്കെ ഈ 300-ലും 290-ഉം അല്ലെങ്കിൽ 300 വാങ്ങിച്ച ഒത്തിരി കുട്ടികൾ +2-ൽ പഠിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും 300-ൽ പകുതി പോലും എത്തിക്കാൻ പറ്റിയിട്ടില്ല. കീം എൻട്രൻസിന് എന്ന് പറഞ്ഞാൽ പകുതിക്ക് എത്താൻ പോലും വലിയ പാടായിരുന്നു, അല്ലെങ്കിൽ 100-ൽ എത്താൻ പോലും വലിയ പാടായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ എന്താ സംഭവിക്കുന്നത്? അതെന്താ അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്? അവർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും അല്ലേ? മാർക്ക് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും എന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ എൻട്രൻസിൻ്റെ ക്വസ്റ്റ്യൻസുകൾ അതിനോടൊപ്പം നമ്മുടെ +2 ലെവലിലുള്ള ക്വസ്റ്റ്യൻസുകൾ ഒട്ടുമേ എത്തുന്നില്ല. നിങ്ങൾ നല്ല കഴിവുള്ളവരാണെന്ന് ഉറപ്പാണ്. നിങ്ങൾ ഓരോരുത്തരും നല്ല കഴിവുള്ളവരാണ്, പഠിക്കാൻ കഴിവുള്ളവരാണ്. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടാസ്ക് നിങ്ങൾക്ക് കിട്ടാറില്ല. നിങ്ങളുടെ എക്സാം വളരെ സിമ്പിളായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇവിടെ ഈ രീതിക്കുള്ള മാർക്കുകൾ വന്നുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഇത്രയൂടെയൊക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആക്കുക. അപ്പോൾ നിങ്ങളൊരിക്കലും സ്ട്രിക്റ്റ് ആക്കി എന്തിനാണ് നിങ്ങളാണ് സ്ട്രിക്റ്റ് ആവേണ്ടത്. ഇപ്പം നമുക്കിപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ
ഒരുവിധം ബുദ്ധിമുട്ടില്ല കുട്ടികൾക്ക് മാർക്ക് കൊടുക്കുക എന്നുള്ളതല്ല, വലിയ ബുദ്ധിമുട്ടില്ലാതെ ജയിച്ചു പോകണം എന്നുള്ള രീതിക്കുള്ള ക്വസ്റ്റ്യൻസുകളാണ്. അപ്പം അതിന് ഈ കുട്ടികളിപ്പം ഈ സ്റ്റേറ്റിൽ നിന്ന് ചില കുട്ടികളൊക്കെ CBSE പഠിക്കുന്നു, ICC പഠിക്കുന്നു. അപ്പോൾ CBSEയിലെ കുട്ടികളുടെ മാർക്കും ICC കുട്ടികളുടെ മാർക്കും നോക്കുമ്പോൾ എന്തായാലും ഇതിലൊക്കെ ഇത്തിരി കൂടുതലായിരിക്കും. അതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? അവർ പഠിക്കുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ അവർ പഠിക്കുന്ന പ്രോബ്ലംസുകൾ, അവർക്ക് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസുകൾ ഇത്തിരി ടഫായിരുന്നു, അതവർക്കറിയാം. അപ്പോൾ ആ അറിഞ്ഞുകൊണ്ടുള്ള പഠിത്തം. നമ്മളെന്തോ പഠിക്കുന്നത്, പല കുട്ടികളും എൻ്റെ നോട്ടത്തിൽ ഒരു 70% കുട്ടികളും എക്സാം എടുക്കുമ്പോൾ യൂട്യൂബ് കണ്ടും നോട്ടൊന്നും കാണത്തേയില്ല. പലരുടെയും കയ്യിൽ നോട്ട് പോലും കാണത്തില്ല, നോട്ട് എടുത്ത് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. 30% ആൾക്കാർ അങ്ങനെയൊന്നും അല്ല, നല്ലപോലെ പഠിക്കുന്നത്. എന്തായാലും ഒരു 70% കുട്ടികളും ലാസ്റ്റിൽ ഇങ്ങനെ ഒരു പഠിത്തം കൊണ്ടാണ് എക്സാമിന് പോകുന്നത്. അപ്പോൾ ആ എക്സാമിന് എളുപ്പമുള്ള എക്സാം ക്വസ്റ്റ്യൻ പേപ്പറോടാകുമ്പോൾ മാർക്ക് കിട്ടും, പക്ഷേ അതുകൊണ്ട് വല്ലതും ഒരു എൻട്രൻസിനെ നമുക്ക് നേരിടാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വിചാരിക്കുക, അപ്പോൾ എന്തിനാണ് ഇത്രയും എൻട്രൻസിന് ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇടുന്നതെന്ന്. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഏതിനാണ് പോകുന്നത്? എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു കോഴ്സല്ല എന്നുള്ള കാര്യം മനസ്സിലായി. ഒരു എഞ്ചിനീയർ ആവുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്രിയേറ്റർ ആവും. എന്തൊക്കെ നമ്മൾ അവിടെ ഒരു കാര്യത്തിനെ കണ്ട് ഉടനെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്തേണ്ട ആൾക്കാരിലോട്ട് മാറുകയാണ്. അപ്പോൾ അവിടെ നമ്മളൊരു ചെറിയ പഠിത്തം കൊണ്ട് നമ്മുടെ തല വികസിക്കില്ല, ഇല്ലെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ട സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റാത്ത അവസ്ഥയോ. അതിനാണ് നമ്മൾ ഈ ടാസ്കുകൾ ഇപ്പോഴേ എടുത്ത് മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി ഇത്രയും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ഇട്ട് തന്ന് നിങ്ങൾ എന്തുമാത്രം അത് ചെയ്യുന്നു എന്നുള്ളത് നോക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് ഇപ്പം ഈ പ്രശ്നങ്ങളൊന്നും ഇപ്പം നമുക്ക് 300-ൽ ഞാനൊരു എക്സാമ്പിൾ പറയുമ്പോൾ 300-ൽ 30, 32 ഒക്കെ കിട്ടിയവരൊക്കെ, ഒരു കീം എൻട്രൻസിന് കിട്ടിയവരൊക്കെ നമ്മളെല്ലാവരും എവിടെ ചെല്ലുന്നുണ്ട്? എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ പോകുന്നുണ്ട്. ഉറപ്പാണ്, എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ പോകുന്നുണ്ട്. പക്ഷെ അവിടെ പഠിക്കാൻ പോകുകയെന്നുള്ളത് കൊണ്ട് മാത്രം അത് വിജയിക്കണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് പഠിക്കാനുള്ളത് വലിയൊരു സംഭവം തന്നെയാണ് എഞ്ചിനീയറിങ്ങിന്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഇഷ്ടംപോലെ എഞ്ചിനീയേഴ്സ് ഇങ്ങനെ റോഡിൽ നടക്കുക നിങ്ങൾ കേൾക്കാറുണ്ട്, ഇല്ലയോ? ഒരു കാലത്ത് അങ്ങനെയായിരുന്നു പറയാം, മുഴുവൻ എഞ്ചിനീയേഴ്സാണ്. ഇപ്പം എനിക്കൊന്ന് അത്രയും ഉണ്ട്, എന്നാലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു എഞ്ചിനീയറായിട്ട് ഇറങ്ങിയ ശേഷം ജോലിയും കൂടി ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആകെ പ്രശ്നമാണ്. നിങ്ങൾ നല്ല ജോലി കിട്ടിയെങ്കിലല്ലേ പോവുള്ളൂ. അവിടെ പഠിക്കാനുള്ളതും നല്ലപോലെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ പാസ് പെർസെൻറ്റേജ് ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു 50% ആണെന്ന് തോന്നുന്നു കേട്ടോ. മീൻസ് 500 പേര് എക്സാം എഴുതിയാൽ 250 പേരെ പാസ് ഔട്ടായിട്ട് പുറത്ത് വരുന്നുള്ളൂ പബ്ലിക് എക്സാം കഴിയുമ്പോൾ. 50% തന്നെ കാണില്ല, അതിൽ താഴെയാണ്. 50% ആൾക്കാരെ ജയിക്കുന്നുള്ളൂ. 50% ആൾക്കാർ ഇപ്പോൾ എഞ്ചിനീയറിംഗ് തോറ്റുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇച്ചിരിയോടൊക്കെ ഡെവലപ്പ് ആയെന്ന് തോന്നുന്നു, പ്രോഗ്രസ് ആയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എനിക്ക് തോന്നുന്നില്ല 50% പോലും പാസ്സാവാറില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത്രയും കൂടെയൊക്കെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങളിനിയും ചെയ്യേണ്ടത്, നിങ്ങൾ ഓരോ കുട്ടിയും ഇപ്പോൾ ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് കേരള സിലബസുകാരാണ്. പ്രത്യേകിച്ച് നിങ്ങളിനിയും അടുത്തൊരു എഞ്ചിനീയറിംഗ് പോകുമ്പോൾ അവിടെ നല്ലതുപോലെ പഠിക്കാനുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ പോകുന്ന 4 വർഷം കൊണ്ട് പിന്നെയും നിങ്ങൾക്ക് വലിയ ജോലി ഇല്ലാത്ത ഒരു കോഴ്സ് പാസ്സായെന്നുള്ളത് മാത്രമായിരിക്കും നിങ്ങളുടെ ലേബൽ. ഇല്ലെങ്കിൽ കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചതിൻ്റെ ആ ലെവലിലുള്ളത് കിട്ടത്തുമില്ല. അതുകൊണ്ട് നിങ്ങൾ തന്നെ മാക്സിമം നല്ലപോലെ വർക്ക് ചെയ്യണം. ഇപ്പോൾ CBSEയുടെ ആണെങ്കിൽ നിങ്ങൾക്കറിയാം, മാർക്ക് അവർക്ക് കുറവാണ്. നമ്മുടെ കൂട്ടൊന്നും മാർക്ക് 300-ൽ എല്ലാവർക്കും, ഒത്തിരി പേർക്ക് 300 കിട്ടിയോ 280, 290 ഒന്നും കിട്ടത്തില്ല. പക്ഷേ അവർ ഇപ്പോൾ 100-ൽ മാത്സിന് ഇപ്പോൾ 100-ൽ 60 മാർക്കേ ഉള്ളുവെങ്കിൽ ആ 60 മാർക്കിൻ്റെ ഒരു വാല്യൂ അവിടെ ഉണ്ട്. ICC ആകുമ്പോൾ ഇത്തിരിയുടെ വാല്യൂ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ സ്റ്റാൻഡർഡൈസേഷനും കാര്യങ്ങളൊക്കെ വന്ന് നമ്മുടെ ഈ എല്ലാവരും ഏകീകരിക്കുന്ന ഒരു പ്രോസസ്സ് നമ്മുടെ ഈ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത ശേഷം നടക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ആ സിലബസിൽ പഠിച്ചവർക്ക് ഇത്തിരി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവായിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്കിപ്പം ഉടൻ തന്നെ കാണാൻ പറ്റും. നമ്മുടെ കീം റാങ്ക് ഇപ്പോൾ വന്നല്ലോ. ഇതെല്ലാം കഴിഞ്ഞ് റാങ്ക് വെച്ചാൽ മാർക്ക് വന്നു. ഇനി റാങ്ക് വരുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൽ നിന്ന് പഠിച്ച് വരുന്ന കുട്ടികളുടെ റാങ്കുകൾ നോക്കുമ്പോൾ അവരുടെ എണ്ണം എനിക്ക് തോന്നുന്നു കൂടി വന്ന ഒരു 10,000 12,000 പേർ അത്രയേ ഉള്ളൂ. 12,000-നുള്ളിൽ നിൽക്കും. നമ്മുടെ CBSEക്കാരും ICCക്കാരുടെ എക്സാം എഴുതുന്നത് 12,000 ഉള്ളിനുള്ളിൽ. ബാക്കി മുഴുവൻ തൗസൻഡ്സുകളും കേരള സ്റ്റുഡൻസാണ്. ബട്ട് ആദ്യത്തെ ഒരു 5,000 പേരെ എടുത്തു കഴിഞ്ഞാൽ പകുതി ആൾക്കാരും ഈ CBSE ICC കുട്ടികളായിരിക്കും. അത് ഞാൻ പറഞ്ഞത് നിങ്ങളെ താഴ്ത്തി കെട്ടിയതല്ല, നിങ്ങൾക്ക് തന്ന ടാസ്കുകൾ അത്ര ഉള്ളതുകൊണ്ട് നിങ്ങൾ അത്രേ പഠിച്ചുള്ളൂ. നിങ്ങൾക്ക് അത്ര പഠിക്കേണ്ട മനസ്സുകൊണ്ടെന്തോ ഇത്രയൊക്കെ മതിയല്ലോ, നമുക്ക് നല്ല മാർക്ക് കിട്ടുന്നുണ്ടല്ലോ. ആ മനോഭാവത്തിൽ അല്ല, നിങ്ങൾക്ക് നല്ല കഴിവുള്ളവരാണ് നമ്മൾ പഠിപ്പിക്കുന്നില്ല കുട്ടികൾ, നല്ല കഴിവുള്ളവരാണ്. പക്ഷേ അതിനുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് കിട്ടാറില്ലായിരുന്നു.
അതിന് നല്ലപോലെ പഠിക്കേണ്ട ക്വസ്റ്റ്യൻസുകൾ എഴുതി പാസ്സാവാനുള്ള എക്സാം അല്ല വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ കഴിവ് അങ്ങോട്ട് നേടിയെടുക്കാൻ പറ്റാഞ്ഞത്. പക്ഷേ എല്ലാവർക്കും നല്ല കഴിവുണ്ട്, അതിനുള്ള അവസരം വന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ കീം റാങ്കിങ്ങിൽ 68ാമത്തെ ആളാണ് സ്റ്റേറ്റ് സിലബസിലെ ഫസ്റ്റ്. മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. 1ാം റാങ്ക് തൊട്ട് 67ാമത്തെ റാങ്ക് വരെ 67th റാങ്ക് വരെ സ്റ്റേറ്റ് സിലബസുകാരില്ല. എന്ന് പറഞ്ഞാൽ 68ാമത്തെ റാങ്കുകാരനാണ് ഫസ്റ്റ് സ്റ്റേറ്റ് സിലബസുകാരൻ്റെ അങ്ങോട്ട് എൻ്റർ ആവുന്നത്. പിന്നെ അങ്ങോട്ടേ ഉള്ളൂ എന്ന് പറയാൻ ഇനി ഇവിടെ എങ്ങും നമ്മുടെ കേരള സിലബസ് ഇല്ല. നമ്മളൊരു കൃത്യമായിട്ട് നമ്മൾ കണ്ട ന്യൂസാണ് കേട്ടോ, അല്ലാതെ ചുമ്മാ പറഞ്ഞതല്ല. അപ്പോൾ അത്രയ്ക്ക് നമ്മളപ്പം അവിടെ ഇനി അങ്ങോട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നോക്കി വരുമ്പോൾ ഫസ്റ്റ് 5000 ഏകദേശം 2500 അടുത്ത് കുട്ടികളും CBSE ഓർ കേരള ICC പഠിച്ചവരാണ്. കേരളക്കാർ ബാക്കി 10 എന്ന് പറഞ്ഞാൽ ഇത്രയും കുട്ടികൾ എഴുതിയിട്ട് ആദ്യത്തെ 5000 പകുതി അവർ കൊണ്ടുവന്നല്ല, അവർക്ക് കിട്ടുന്നു, അത്രയും നമ്മൾ പറയുന്നുള്ളൂ. അപ്പോൾ ഇനിയും നിങ്ങൾ ഇതും കൊണ്ട് നിന്നില്ല. ഒരു എക്സാം, ഒരു കീം എൻട്രൻസ് കഴിഞ്ഞു, നിങ്ങളായിരിക്കും ഇനി ഇതെങ്ങനെ കയറി ഇനി എഞ്ചിനീയറിങ്ങിന് പോയേക്കാം. അവിടെ ചെന്ന് നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വലിയ സിലബസുകൾ, മീൻസ് നല്ല ടോപ്പിക്സുകൾ, നല്ല സബ്ജക്റ്റുകൾ. ഇപ്പം മാത്സ് അതിൻ്റെ ഏറ്റവും അറിയാമല്ലോ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഏറ്റവും കൂടുതൽ ആൾക്കാർ എഞ്ചിനീയറിങ്ങിന് തോൽക്കുന്നത് മാത്സിനാണ്. പല സമ്മുകളും പലർക്കും കിട്ടാതെ ഇങ്ങനെ ഇരുന്ന് ഇതെല്ലാം ഇറങ്ങിയ ശേഷം പിന്നെ ഓരോന്ന് എഴുതി എടുത്തൊക്കെയാണ് പോകുന്നത്. അപ്പം നിങ്ങൾ ഇനിയും ഈ എഞ്ചിനീയറിങ്ങിന് പോകുന്ന ഒരു കുട്ടിയാണെങ്കിൽ വളരെ നല്ലവണ്ണം പഠിക്കണം, നല്ലതുപോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസുകൾ മുന്നിൽ വന്നാൽ വിടരുത്. അവനെ നമ്മൾ ചെയ്തെടുത്ത് മുന്നോട്ട് പോകാനുള്ള തയ്യാറെടുപ്പോടുകൂടി പോകും. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇതെങ്ങനെയും ഒരു എഞ്ചിനീയറിംഗ് കിട്ടി, ഇനി അങ്ങോട്ട് ഉഴപ്പാം, അല്ലെങ്കിൽ മനസ്സിൽ അങ്ങനെയെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും സാധാരണ പഠിത്തമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ പിന്നെയും നിങ്ങൾ ഇത് കഴിയുമ്പോൾ അടുത്തൊരു കോഴ്സ്, അല്ലെങ്കിൽ ജോലിക്കോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു കോഴ്സൊക്കെ പോകാം, അവിടെ നിങ്ങൾ പെടും. ഓക്കെ, ഇതൊരു മുന്നറിയിപ്പായിട്ട് കരുതിക്കോണം. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല. നമ്മളെ ഒത്തിരി കുട്ടികൾ പ്രോബ്ലംസുകളൊക്കെ ചെയ്ത് കാണുന്നതാണ്. അപ്പോൾ അവരൊക്കെ വളരെ ചെറിയ പ്രോബ്ലംസുകൾ ചെയ്യാൻ ഓക്കെയാണ്, വലിയ പ്രോബ്ലംസുകൾ എത്തുമ്പോൾ വീഴുക അവരെ. അപ്പോൾ അങ്ങനെ ഒരു രീതി കൂടെ എൻട്രൻസ് എഞ്ചിനീയറിംഗ് ചെന്നിട്ട് ഒരു കാര്യമില്ല. അപ്പം അതും പ്രത്യേകിച്ച് കാൽക്കുലസ്, മീൻസ് ഡിഫറൻസിയേഷൻ, ഇൻ്റഗ്രേഷൻ, ഫുള്ള്. ഈ ഇൻ്റഗ്രേഷൻ പലരും പഠിക്കാതെ തന്നെ, അല്ലെങ്കിൽ കുറച്ച് പഠിച്ചുകൊണ്ടൊക്കെ ഇപ്പം മാർക്ക് കിട്ടിയേക്കുന്നത്. ആ രീതി കൂടി ഇനി അങ്ങോട്ട് എഞ്ചിനീയറിംഗ് എന്നാൽ അതും ഫെയിലാവും നിങ്ങൾ. കാരണം കാൽക്കുലസ് ആണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് അവനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഞാൻ ഇതൊക്കെ നിങ്ങളൊന്ന് അറിയിച്ചതേ ഉള്ളൂ. എല്ലാവരും എഞ്ചിനീയറിങ്ങിന് എന്തായാലും പോകുന്നവരൊക്കെ അടിപൊളിയായിട്ട് പഠിക്കുക, എല്ലാവരും നല്ലതുപോലെ പഠിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്ന് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയായിരുന്നു. വളരെ വ്യത്യാസമാണ് നമുക്ക് കീമിൻ്റെ മാർക്കും +2 മാർക്കും ഉണ്ടായത്. 2, 3 പക്ഷേ കിട്ടിയ മാർഗം എന്ന് പറഞ്ഞാൽ വളരെ അന്തരമാണ്, മീൻസ് വളരെ അകലത്തിലാണ് കിടക്കുന്നത്, അല്ലേ? അതൊന്ന് നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. പല വീട്ടുകാരും ഇതിനെക്കുറിച്ച് അത്ര അറിയത്തില്ലായിരുന്നു, അതിനും കൂടിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും മുന്നോട്ടുള്ള വഴികൾ നല്ല രീതിയിൽ കൂടെ തെളിച്ച് പോവുക. ഏറ്റവും ടോപ്പിലെത്താൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മുടെയും പ്രാർത്ഥന കൂടെ കാണും. ഗുഡ് ബൈ.